ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാനിവിടെ കടന്നു വന്നത്. കാരണം ഇവിടെ ഉപവാസം നടക്കുമെന്ന് പറഞ്ഞു. അത് ഏത് ദിവസം എനിക്കിവിടെ പങ്കെടുക്കണമെന്ന് വലിയ താല്പര്യപ്പെട്ട് എൻ്റെ ഇവിടെ പറഞ്ഞിരുന്നു. അത് പ്രകാരം കഴിഞ്ഞ 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു ഇവിടെ ഉപവാസം നടക്കുന്നു, കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ കടന്നു വരാം. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഞാൻ വരാമെന്നാണ് പറഞ്ഞത്. കാരണം ദൈവം ചെയ്ത ഉപകാരം ദൈവമക്കളുടെ മുമ്പാകെ പറയുക, ഒരവസരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. കാരണം ഇന്ന് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം, ഒരു പുണ്യം. 16 വർഷത്തോളം ഞാൻ പലവിധമായ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മേശിരിപ്പണിക്കാരൻ, സ്വന്തമായിട്ടും അല്ലാതെ പണികൾ എടുക്കുകയും ചെയ്തു. അനവധി വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കടന്നു വന്നു. ഇവിടെ ഈ മേഖലകളിലും ഉപജീവന മാർഗത്തിനായി കടന്നു വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ശരീരത്തിൽ സിമന്റിൻ്റെ അലർജി എന്ന് കാണപ്പെട്ട് അനവധി ഡോക്ടർമാരെ കാണുകയും വൈദ്യന്മാരെ കാണുകയും ചെയ്തു. 16 വർഷം ഞാനിങ്ങനെ കൊണ്ടു നടന്നു. 10 ദിവസം ജോലി ചെയ്യും, 3 മാസം വീട്ടിൽ കിടക്കും. പിന്നെ അത് രോഗം മാറും, പിന്നെ 10 ദിവസം ജോലിക്ക് പോകും. കാണാവുന്ന ഡോക്ടർമാരല്ല. കാരണം പലരും പറയും ആ ഡോക്ടറെ കണ്ടാൽ മതി രോഗം മാറും, ചികിത്സിക്കാൻ വേണ്ട. കാരണം എന്താ രോഗം എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തവും വ്രണമാണ്, ചൊറിച്ചിൽ, വേദന, നീക്കൽ, ഉറങ്ങാൻ പറ്റില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കാരണം കൈകളിലുള്ള ശരീരം മൊത്തം വ്രണമല്ലേ. പലപ്പോഴും ഇങ്ങനെ നീണ്ടു പോയി, എന്നിട്ടും സൗഖ്യം പ്രാവശ്യമില്ല. 2018-19 വരെ ഒരല്പം ആശ്വാസം കിട്ടി. ഞാൻ കീഴായിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയവനായി കടന്നുപോയി. കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ ശരീരം പിന്നും പഴയതുപോലെ, ശരീരം മൊത്തം പഴുത്ത് വല്ലാത്ത വക്കാം. കാരണം നാറ്റം വച്ചു, മനുഷ്യൻ അടുക്കാൻ പറ്റത്തില്ല. വീട്ടിൽ കൊണ്ട് വന്നു പലരും എന്നെ കാണാൻ വരും. വരുന്ന സമയത്ത് ഒരു വ്യക്തി എൻ്റെ ശരീരത്ത് വന്ന് എന്നെ കാണുമ്പോൾ ഈ ചെമ്പലിന് മീൻ്റെ ചിതമ്പൽ എങ്ങനെയായിരിക്കും, അതാണ് എൻ്റെ ശരീരം മൊത്തം. അയാൾ റോഡിൽ ഇറങ്ങി പറയൂടെ ഈ തങ്കച്ചന് ഈ രൂപത്തിലാണ്. അയാൾ 2 പേരെ കുട്ടിയെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വരും. അപ്പം ഞാൻ കിടപ്പില്ല. എന്നെ വന്ന് കാണുമ്പോൾ അവർ കാണുന്നത് പാമ്പിൻ്റെ പടം വിരിഞ്ഞിരിക്കുന്നത് പോലെ ശരീരം. അപ്പം അവർ പരസ്പരം പറഞ്ഞാൽ കേട്ടത്. അയാൾ പറഞ്ഞു ചിദംബരം പോലെ ഇരിക്കുന്നു, ഇത് പാമ്പിൻ്റെ പടം പോലെ ഇരിക്കുന്നു, ഇതെന്ത് കഷ്ടം. അയാൾ പോയി മറ്റൊരാളുടെ പറയുന്നു ആ രൂപം. പക്ഷെ കുട്ടികൾ വരുമ്പോൾ എൻ്റെ ശരീരം കറുത്ത് കരുവാളിച്ചിരിക്കുന്നു. അങ്ങനെ അനവധി നാളുകൾ കഴിഞ്ഞു പോയി. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ മുറിവ് പഴുക്കാൻ തുടങ്ങി. മുഖം വഴിയെ തല തൊട്ട് ശരീരമൊത്തും അരിക്കും. ദൈവം പറയും യോബിന്റെ ശരീരത്തിൽ എങ്ങനെയാ കാണപ്പെട്ടത് അതുപോലെ ഈയോബ് ശരീരത്തിൽ ചാരം വാരി ഇട്ട് ഊടും കഷ്ണം ഇട്ട് ചെന്നു. ഞാനോ തിളയ്ക്കുന്ന വെള്ളം, അതിശക്തമായി വെട്ടി തിളയ്ക്കുന്ന വെള്ളം കൊപ്പിനെ കോരി ദേഹത്തൊഴിക്കും. ആ ചൊറിച്ചിലും മാറാൻ നിമിഷങ്ങൾ കഴിഞ്ഞാൽ പോലും അതിനകത്തേക്ക് കടക്കില്ല. ഈ ഊടും കഷ്ണന്റെ പകരം ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നത് വലിയ ഈ പല്ല് പോലുള്ള ചീപ്പെടുത്തു. എവിടെ ചൊരണം ഇല്ല, പാവം ഒരുപോലെ ചോദിച്ച് വേദന എങ്കിലും ചൊറി സഹിക്കുക പലപ്പോഴും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ
ഈ കാലിൻ്റെ ഭാഗത്തിൽ ഈ പ്രസ് ഉണ്ട് ഇങ്ങോട്ട് മാറുമ്പോൾ 100-200 ഗ്രാം വരുന്ന മാംസമാണ് ഈ തുണി കൂടി ഇളകി വരുന്നത്. ചില സമയത്ത് കാരണം മഴ പെയ്ത് വീട് ചോരുകയാണ്. കാരണം എൻ്റെ ശരീരത്തിൽ കൂടെ ഈ നെയ്യുള്ള ഒലിച്ചുകൊണ്ട് പോലെയോ അതാ ഈ തുണി മൊത്തം നനയുന്നത്. വേദന കൊണ്ട് സഹിക്കാതെ ഒരു കിടപ്പ് കിടന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചുള്ളൂ ആത്മഹത്യ ചെയ്യാറുണ്ട്. ഒരു ദിവസം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഒരു നിമിഷ നേരം കൊണ്ട് എന്തോ ഒരു അല്പ ശബ്ദം കേട്ട് ഞാൻ പിന്മാറിയത്. രണ്ടാമത്തെ ദിവസം ചുരുക്കി പറയുന്നതാണ്, സമയമില്ലാത്തതുകൊണ്ട് പറയുന്നത്. രണ്ടാമത്തെ ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി പറ്റില്ല എനിക്ക് ഈ വേദനയും ചോദിക്കലും, കാരണം എനിക്ക് പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും വരാം. എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ ഞാനും വരാമെന്ന്. കുറച്ച് സമയം കഴിയുമ്പോൾ എന്നോട് ചോദിച്ച്, നമ്മൾ രണ്ടും ആത്മഹത്യ ചെയ്താൽ നമ്മുടെ മോൻ ആരും നോക്കും? എൻ്റെ സഹോദരങ്ങളൊക്കെ 1-2 ദിവസം അത് കഴിഞ്ഞാൽ അവർ പറയും, നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ ബോധ്യമുണ്ടാകും, നീ ഇങ്ങനെ അതിന് ചെയ്യുന്നു. അത് വേണ്ട എന്ന് ചിന്തിച്ചു. പലപ്പോഴും ഭാരത്തോട് പ്രയാസത്തോടെ ഞാൻ കഴിഞ്ഞു പോയിരുന്നു. ആ സമയത്ത് ഞാൻ കരുതി വേണ്ട, ഇനി ഒന്നും നോക്കുന്നില്ല, ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ ഒരു കിണറിൻ്റെ വക്കത്തേക്ക് കടന്നു ചെന്ന് അപ്പോഴെന്നെ ആരോ എന്നെ പലപ്പോഴും വരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അന്ന് ആ സംഭവം പോയി. അതിനുശേഷം പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ അളിയൻ സൈമൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചാർലസ് പാസ്റ്റർ എന്നെ അന്വേഷിച്ചു, എൻ്റെ നമ്പർ കൊടുക്കാൻ പറയാൻ തോന്നുന്നു, നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, ഒരു വലിയൊരു പ്രതിസന്ധി നിന്നെ കടന്നു പിടിച്ചിരിക്കുകയാണ്, ഒന്ന് എന്തിനാ കാണണം. അപ്പം എന്നോട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുമോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം, ഞാനല്ലേ ആവശ്യക്കാരൻ. എങ്കിലോ എൻ്റെ അവസ്ഥ മാസം അറിയുന്നില്ല, കാണുന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ ഭാര്യയെ കുഞ്ഞുമാടിന് ഇവിടെ കടന്നു വന്നപ്പോഴാണ് ഈ അവസ്ഥ കണ്ടത്. എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവർക്ക് ഞങ്ങളെ തിരിച്ചു വിട്ടാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് പറയും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തണം. നിങ്ങൾ സമ്മതിച്ചു. 3 ദിവസം കാലം പകൽ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഉപവാസം നടത്തി. എൻ്റെ ശരീരത്ത് വണ്ണം വലുതായ നീരായി. ആ നീര് 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റി എൻ്റെ മുറിവുകൾ കരിയാൻ തുടങ്ങി. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവം കാണാൻ പറയാം, പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആവശ്യം ദൈവസന്നിധി വെക്കുമ്പോൾ അത് ലഭിക്കും. അപ്പോഴും വലിയൊരു വിശ്വാസം കൂടും. വിശ്വാസം കൂടി കുറച്ച് കഴിയുമ്പോൾ പോയി. അങ്ങനെ ആവാതിരിക്കുക. അപ്പോൾ ചാക്കി ഞാൻ അങ്ങനെ ഒരു കാര്യമില്ല. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ ഞാനെൻ്റെ പൈതൽ ആഗ്രഹിക്കുന്നതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥ എൻ്റെ കുഞ്ഞു പൈതൽ കണ്ടുകൊണ്ട് മാത്രമല്ല, അവന് മഞ്ഞപ്പിത്തം ബാധിച്ച് എനിക്ക് പേര് മഞ്ഞപ്പിത്തത്തിൽ ഏറ്റവും ഉയർന്ന 6% വരമേ ആ മഞ്ഞപ്പിത്തം വരാൻ പാടുള്ളൂ. എൻ്റെ ഒരു 10% ഉണ്ടായി. ആലോചിച്ചു, അവൻ മരണത്തിൻ്റെ വാക്കിലായി. അവിടെ ദൈവം ഈ അസുഖം വന്നതും പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ല. ദൈവം അതെല്ലാം മാറ്റി. കാരണം ആ മരണത്തിൽ നിന്ന് വെടിവെച്ച ദൈവത്തിന് നന്ദി പറയണം. അവൻ എന്നോട് പറഞ്ഞു, പപ്പ എന്നെ ദൈവം രക്ഷിച്ചു, പപ്പയെ രക്ഷിച്ചു. നമ്മൾ പട്ടിണിയാൽ വരുമായിട്ട് കുഴപ്പം. ഞാൻ ദൈവവേലയ്ക്കായി പോകുന്നു, ഒരു സുവിശേഷകനായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിൽ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് ഒന്നുമില്ല.